അപ്പൊ നമ്മുടെ ഈ മൂവി മൊത്തത്തിൽ നോക്കുമ്പോ ഇപ്പൊ ജെൻസി എന്ന് പറയുമ്പോ തന്നെ അറിയാലോ കുറെ ടാബൂസ് ഉണ്ട് ജെൻസി എന്ന് പറയുമ്പോ ലൈക്ക് ഇപ്പൊ പാരന്റ്സ് ആയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഫോൺ എന്ന് പറയുന്ന ഒരു ലോകത്താണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മൂവിയിൽ വരുന്നുണ്ടോ? അങ്ങനത്തെ കാര്യം എന്ന് പറഞ്ഞാ ഏയ് അത് ഞാൻ പറയൂല. മൂവി കാണണം. മൂവി കാണണം. എന്തെങ്കിലും മൂവിനെ പറ്റിയിട്ട് ലൈക്ക് എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് എന്ന നിലയിൽ? നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെയാണ്, ഇപ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ ഫാമിലിയിലും ഒരേപോലെ ഭയങ്കര സ്നേഹം, ഭയങ്കര അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ ഡിഫറെന്റ് ഫാമിലീസ്. ഓക്കെ. അപ്പം ഇപ്പോ ശിവാനി, ഓക്കെ, ഇപ്പൊ ശിവാനി ഫസ്റ്റ് മൂവി അല്ലല്ലോ, ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാരക്ടർ റോളിൽ ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ് എല്ലാവരുടെയും? ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ഇത് ഫസ്റ്റ്. അപ്പൊ റിലീസ് ആവാൻ ഫസ്റ്റ് മൂവി രണ്ടുപേരുടെ അല്ലേ? നിരഞ്ജന? ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്, പക്ഷെ റിലീസ് ആയിട്ടില്ല. ഇത് റിലീസ് ആവുന്ന ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ജയചേട്ടൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, അതൊന്നും റിലീസ് ആയിട്ടില്ല. ഫസ്റ്റ് മൂവിയാണ് പുള്ളിയാട്ടം. അപ്പൊ നിങ്ങക്ക് ഡെബ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റിലീസ് ആവുന്ന ഫസ്റ്റ് മൂവിയാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ലൈക്ക് കുറെ സീനിയോറിറ്റി ആയിട്ടും ലൈക്ക് നിങ്ങളെ വെച്ച് നോക്കുമ്പോ എക്സ്പീരിയൻസ് ഉള്ള ഇപ്പൊ അജിതേട്ടനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവരൊപ്പം എക്സ്പീരിയൻസും? എന്തൊക്കെ പഠിച്ചു? എനിവൺ കൻ സ്റ്റാൻഡ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് എന്തെങ്കിലും ലെസൺ പഠിച്ചോ? ലെസൺ ഇല്ല, പഠിച്ചിട്ടില്ല. ഈ മൂവി കുട്ടികൾക്കല്ല ലെസൺ കൊടുക്കുന്നത്, പാരൻസിനാണ്. അപ്പോൾ അവർക്ക് ഉള്ളൊരു പാഠം, കുട്ടികളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു